Presiding officer, Lion Surya Narayan Abhat, the President of Lions Club of Valantur, Honorable District Governor, Lion Dr. Sujitra Sudhir, Lion Dignitary sitting on of the dais, my dear brothers and sisters in Lionism, friends and guests. നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലും ലയൺസ് പ്രസ്ഥാനത്തിന്റെ വേരുകൾ ഓടുകയും ലയൺസ് പ്രസ്ഥാനം വളരുകയും ചെയ്യും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണങ്ങളിൽ പെട്ടതാണ് ലയൺസ് ക്ലബ് ഓഫ് കല്ലാർ, ലയൺസ് ക്ലബ് ഓഫ് വാണത്തൂർ തുടങ്ങിയ നമ്മുടെ ലയൺസ് ഡിസ്ട്രിക്ട് 318E പല ക്ലബുകളും. സുഹൃത്തുക്കളെ, പലപ്പോഴും നമുക്ക് ഒരു മിഥ്യാധാരണയുണ്ട്. വലിയ സാമ്പത്തികമായ ഒരു ബാധ്യതയുള്ള ഒരു പരിപാടിയാണ് ലയൺസ് ക്ലബിനെ അംഗമാകുക എന്നുള്ളത്. ഒരു നാട്ടിൽ ലയൺസ് പ്രസ്ഥാനം വേറൊന്നുമെങ്കിൽ അതിഭയങ്കരമായ സാമ്പത്തികമായി നാം കയ്യിൽ നിന്ന് ചെലവഴിക്കണം എന്നുള്ളത്. പക്ഷേ അത് ശരിയല്ല. ലയൺസ് പ്രസ്ഥാനത്തിന് നല്ല ഒരു അംഗമായി തീരുവാൻ നമുക്ക് രണ്ട് ക്വാളിറ്റീസ് ഉണ്ട്. ഒന്ന്, സാമൂഹ്യ സേവനം ചെയ്യുവാനുള്ള ഒരു മനസ്ഥിതി. രണ്ട്, നമ്മുടെ വിലയേറിയ സമയത്തിൽ മാറ്റിവെക്കാനുള്ള സമയം. പക്ഷെ പലപ്പോഴും നാം ഓരോരുത്തരും രക്ഷപ്പെടുന്നതിന് വേണ്ടി പറയുന്ന ഒരു മാർഗമുണ്ട്. സാമൂഹ്യ സേവനം എന്റെ ലക്ഷ്യമാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ എനിക്ക് സമയമില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ഡോക്ടർ സുജിത്ര സുധീറിനെ ഒരു തെളിവാക്കിക്കൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ നിങ്ങളിൽ ആരെങ്കിലും, ഞാനടക്കം ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് യാതൊരു അർത്ഥവുമില്ല. കാരണം അതിപ്രശസ്തയായ അത്യധികം തിരക്കുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ് ലയൺ ഡോക്ടർ സുജിത്ര സുധീർ. അവരുടെ ഭർത്താവ് അതുപോലെ തന്നെ അതിപ്രശസ്തനായ ഒരു ഡോക്ടറാണ്. രണ്ടുപേരും കൂടി സുസ്ഥിരമായ രീതിയിൽ ഒരു ഹോസ്പിറ്റൽ മട്ടന്നൂരിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് കാസർഗോഡ് മുതൽ വയനാട്, കോഴിക്കോട് ജില്ലകളുടെ ഉൾഭാഗങ്ങളിൽ അടക്കം 100 കണക്കിന് ക്ലബുകളിൽ ദിവസവും വിസിറ്റ് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ, സുസ്ഥിരമായ രീതിയിൽ ഗവർണർ എന്ന ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വർഷം മാത്രമല്ല, കഴിഞ്ഞ നിരവധി വർഷങ്ങളായി അവര് തങ്ങളുടെ വിലയേറിയ സമയത്തിന്റെ ഒരു ഭാഗം സാമൂഹ്യ സേവന പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അത്രയും തിരക്കൊന്നും നമുക്ക് ആർക്കുമില്ല. മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കും സമയം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, സാമ്പത്തികമായ വലിയ ബാധ്യതകളൊന്നും സാമൂഹ്യ സേവന പ്രവർത്തനത്തിന് നമ്മൾ സജ്ജനാണെങ്കിൽ ആവശ്യമില്ല എന്ന്. നമ്മുടെ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്റ്റുകളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ എല്ലാ ലയൺസ് അംഗങ്ങളും അവരുടെ അവയവദാന സമ്മതപത്രം ഒപ്പിട്ട് നൽകണമെന്നുള്ളത്. അത് മാത്രമല്ല സുഹൃത്തുക്കളെ, നമുക്കറിയാം, മനുഷ്യ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവം, അതിന്റെ പ്രവർത്തനം താളം തെറ്റി മരണത്തോട് അഭിമുഖീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന നിരവധിയായ സഹോദരി സഹോദരന്മാരും നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ആ വിഷമം അറിയണമെങ്കിൽ നമ്മളുടെ സ്വന്തത്തിൽപ്പെട്ട, ബന്ധത്തിൽപ്പെട്ട സുഹൃത്തുക്കളായ ആർക്കെങ്കിലും ആ ഒരു അവസ്ഥ വരണം. അപ്പോൾ മാത്രമേ ആ വിഷമം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പക്ഷേ എത്രയോ ആൾക്കാര് ആരോഗ്യപരമായ അവസ്ഥയിൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നു. അങ്ങനെ മരണപ്പെടുമ്പോൾ അവരുടെ അവയവങ്ങൾ അടക്കം നാം സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്, നശിക്കുകയാണ്, നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത്തരം അവയവങ്ങൾ, ഈ അവയവങ്ങൾ ആവശ്യമുള്ള ആൾക്കാരിൽ എത്തിക്കുവാൻ ഒരു മാധ്യമമായി പ്രവർത്തിക്കുവാൻ നമുക്ക് ലയൺസ് പ്രസ്ഥാനത്തിന് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനേക്കാളും വലിയ ഒന്ന് നമുക്ക് ചെയ്യാനില്ല. ഒരു അവയവം നഷ്ടപ്പെട്ട് മരണത്തോട് പ്രതിസന്ധിയായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് 1 കോടി രൂപ നിങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട. പണം അവിടെ ഒരു പ്രശ്നമല്ല. അതേസമയം അവർക്ക് ഒരു അവയവം കിട്ടുന്ന അവസ്ഥ